ഹലോ കൂട്ടുകാരെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ബാത്റൂമിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേറൊരു ഒരു 4-5 ബാത്റൂം ഉണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ചെറിയ കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഈ ബാത്റൂമിൽ 10 ബാർ പ്രഷർ കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറെ ഒന്നും അനങ്ങിയിട്ടില്ല, ഇതിലേക്കൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടാപ്പ് പോയിന്റെല്ലാം ബ്ലൂ സ്റ്റോപ്പർ, നമ്മൾ അരേഞ്ചിൻ്റെ സ്റ്റോപ്പർ, ജി സ്റ്റോപ്പറൊക്കെ വെച്ചാൽ അടച്ചു കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടാണല്ലോ നമ്മളിതെല്ലാം പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ജി സ്റ്റോപ്പറൊക്കെ അത് ഇടാനും കൈകാര്യം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് പ്ലെയറിനെ പിടിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാനൊരു പുതിയൊരു റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട, ഇതിപ്പം നമ്മുടെ ഡൈവേർട്ടർ റിസർവ് കൊടുക്കുന്ന മുക്കാൽക്കര BTMD CPVT-MG ആണ്. അതിൻ്റെ അകത്ത് ഞാനൊരു സ്റ്റോപ്പറും കൂടെ ഒരു ലക്ഷം 3/4 CPVC വിട്ടിച്ചിട്ട് ഒരു സ്റ്റോപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ZCB വിട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടാപ്പ് പോയിന്റിലെല്ലാം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു തുള്ളി ലീക്ക് വരില്ല. അതിൽ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ടൈറ്റ് ആയിരിക്കും. മാത്രമല്ല, നമുക്കിത് അഴിച്ചെടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത സെറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഇത് വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് പോയിന്റ് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം. അതുപോലെ നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ പൈപ്പിൻ്റെ എഡ്ജ് സ്റ്റോപ്പർ ഇട്ട് അടയ്ക്കണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡൈവേർട്ടർ ഉണ്ടെങ്കിൽ ഡൈവേർട്ടറിൻ്റെ ഇത് സെൻട്രലിങ് വെച്ചിട്ട് മോൾട്ടാക്കി കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒരേ സമയം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷവറിൻ്റെ ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷവറിലേക്കുള്ളതും പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ ഡൈവേർട്ടറിലേക്കുള്ളതും കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മെയിനായിട്ട് വീഡിയോ ചെയ്ത് ഇത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സാധനം ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇത് നല്ലൊരു അടിപൊളി ഉപകാരമുള്ളൊരു സാധനമാണ്. മറ്റേ ബ്ലൂ സ്റ്റോപ്പറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട്, ലീക്ക് വരുന്ന പ്രശ്നം. അതുപോലെ നമ്മൾ പ്രഷർ കൊടുക്കുന്നതിന് മുമ്പ് ഡൈവേർട്ടർ ഉണ്ടെങ്കിൽ ഡൈവേർട്ടറിൻ്റെ കവർ വരിയിട്ട് ഇതിൻ്റെ നോബ് ഇങ്ങനെ മോളോട്ടാക്കി കൊടുക്കാം. മോളോട്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഹോട്ട് വാട്ടറിലേക്കും കോൾഡ് വാട്ടറിലേക്കും ഒരേ സമയം പ്രഷർ കയറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷർ ആയി കഴിയുമ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഷവറിലേക്ക് കയറും. ഷവറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സ്പോട്ടിലേക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് റിലീസ് ആവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ആ മുകളിലെ ഷവറിൻ്റെ പോയിന്റ് അഴിച്ചു വിട്ടിട്ട് ഇത് റിലീസാക്കിയിട്ട് നമ്മൾ ഈ സ്പോട്ടിലോട്ടുള്ള ഈ ഇത് തിരിച്ച് റൈറ്റോട്ട് തിരിച്ചിട്ട് സ്പോട്ടിലേക്കുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ നമ്മൾ ഈ പ്രഷർ പമ്പിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നതായിരിക്കും സ്പോട്ട് കൊണ്ടേ കൊടുത്തിട്ട് സ്പോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷവർ ചെക്ക് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നിന്ന് ഷവറിലേക്കുള്ള കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇവിടെ ഒരു ടാപ്പ് പോയിന്റിലോ വാഷ് ബേസിൻ്റെ അങ്ങനെ ഒരു നേരെങ്കിലും ഒരു പോയിന്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 8 വർഷത്തിൻ്റെ ഒരു പോയിന്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രഷർ പമ്പിൻ്റെ ഇൻലേറ്റ് കൊടുത്തേക്കുന്നത് 8 വർഷത്തിൻ്റെ പോയിന്റാണ്. അപ്പോൾ സ്പൗട്ടിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുക. സ്പൗട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷവർ കഴിക്കാൻ നമ്മൾ വീണ്ടും ഷവറിലേക്ക് കൊടുത്തിട്ട്. ഓക്കെ, പ്രഷർ പമ്പിൻ്റെ ഈ ഇവിടെ ഈ ട്യൂബ് ജോയിൻ്റ് ചെയ്യുന്ന ഇവിടെയും അതുപോലെ നമ്മൾ ഈ ട്യൂബ് ജോയിൻ്റ് ചെയ്യുന്ന അവിടെയും ഇവിടെ ഒരു തുള്ളി ലീക്ക് വരാൻ പാടില്ല. ലീക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ ഗേജ് താഴും. അപ്പോൾ ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേ അത് മാത്രം നമ്മൾ ഈ ടാപ്പ് പോയിന്റ് മാത്രം സീൽ ചെയ്തിട്ട് ഇവിടെ ലീക്ക് വരുന്നുണ്ടെങ്കിലും പ്രഷർ കുറയും. നമ്മൾ പ്രഷർ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഡൈവേർട്ടറിനെ നോവ് മുകളിലോട്ടാക്കി വെച്ചാൽ സെൻറ്ററാക്കിയിട്ട് മുകളിലോട്ടാക്കണം. എന്നിട്ട് ഈ ഷവറിൻ്റെ ഈ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറിലേക്കും കോൾഡ് പച്ചവെള്ളം വരുന്നതിലേക്കും ഷവർ പോയിന്റും കൂടെ ഒറ്റയ്ക്ക് പ്രഷർ കയറും. പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഷവറിൻ്റെ അങ്ങോട്ടുള്ള എയർ പ്രഷർ റിലീസ് ചെയ്തിട്ട് സ്പോട്ടിലേക്ക് ഇട്ടാൽ മതി. ഷവറിലേക്കുള്ള എയർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡൈവേർട്ടറിൻ്റെ നമുക്ക് ഓഫാണ്. എന്നിട്ട് മുകളിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള പ്രഷർ റിലീസ് ആയാലേ നമുക്ക് ഈ നോബ് റിട്ടാൻ പറ്റുള്ളൂ. റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിലേക്ക് വെള്ളം പോകും.
ഇപ്പം പവറിലേക്കാണ് ഓപ്പൺ ആയിരിക്കും. ഇതിപ്പോൾ ഫുൾ എയർ ടൈറ്റ് ആയതുകൊണ്ട് ഇത് റിവേഴ്സ് വരില്ല. അപ്പം അതിനുവേണ്ടി നമുക്ക് മുകളിൽ അടിച്ചു കൊടുക്കണം മുകളത്തെ. അപ്പോൾ നമ്മളിന്ന് പ്രഷർ ടെസ്റ്റ് ചെയ്യുമ്പം ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫിറ്റിങ്സ് പശയിടാത്തതാണോ എന്താണെന്ന് അറിയില്ല, ഒന്ന് പൊട്ടിച്ച് നോക്കാം.